ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ചങ്ങാതിക്കോട്ട് വാട്സാപ്പ് കൂട്ടായ്മയുടെ 2ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഹെറിയാട് GKVHS പൂർവ്വ വിദ്യാർത്ഥി വാട്സാപ്പ് കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടിന്റെ 2ാം വാർഷികാഘോഷവും കുടുംബ കൂട്ടായ്മയും ഹെറിയാട് ഗാലക്സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രൂപ്പ് അംഗങ്ങളും കുടുംബാംഗങ്ങളും കുട്ടികളും വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ കശിബൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 9 മാസവും 3 ദിവസവും സർവീസ് ചെയ്യാൻ ബാക്കിയുണ്ട്. വളരെ അവിചാരിതമായിട്ടാണ് ശ്രീ അഷ്റഫ് പറഞ്ഞിട്ട് ഇങ്ങനൊരു പരിപാടിക്ക് വന്നത്. വരുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂട്ടായ്മയാണ്, കൂട്ടാണ്, കുടുംബമാണ്. ഈ കൂട്ടുകളാണ് നിലനിൽക്കുന്നത്. എൻ്റെ പേര് തന്നെ ചങ്ങാതി കൂട്ടുകളാണ്. എവിടെയാണോ കൂട്ടായ്മ ഉണ്ടാകുന്നത്, കൂട്ട് കുടുംബങ്ങൾ ഉണ്ടാകുന്നത്, കൂട്ടുണ്ടാകുന്നത്, അവിടേക്ക് സമാധാനം ഉണ്ടാവും. തർക്കമൊന്നുമില്ലാത്ത കാര്യം. എവിടെയൊക്കെ അത് കുടുംബാംഗങ്ങൾ തമ്മിലാവാം, സുഹൃത്തുക്കൾ തമ്മിലാവാം, ഒന്നിച്ച് പഠിച്ചവർ തമ്മിലാവാം, ഒന്നിച്ച് ജോലി ചെയ്യുന്നവർ തമ്മിലാവാം, ഏത് തൊഴിൽ മേഖലയിൽ എപ്രകാരം ചെയ്യുന്നവരൊക്കെ ആകാം. ഇന്ന് 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. 2 ചെറിയ കുട്ടികൾ, ഭാര്യ, അച്ഛൻ, അമ്മ. ഇന്നലെ രാത്രി 10 മണിക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നു. 12 മണിയായപ്പോൾ റൂമിലെന്തോ അനക്കം കേട്ട് ഭാര്യ നോക്കുമ്പോൾ കഥ അകത്തുനിന്ന് കുട്ടിയിട്ടിരിക്കുന്നു. അച്ഛനെയും അമ്മയെയും വിളിച്ചു, തുറക്കുന്നില്ല. അടുത്ത വീട്ടിലെ ആൾ വന്നു. ഇവിടെ ഒരു വാതിൽ ചവിട്ടി പൊളിച്ചപ്പോൾ ഈ മകൻ, ഈ 34 വയസ്സുള്ള മകൻ ഹാങ് ചെയ്തു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അടുത്ത അന്വേഷണത്തിന് ജിമ്പിൾ എന്ന് പറഞ്ഞ വേറെ സ്ഥിതി എൻ്റെ കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളാണ് മദ്യമായിരിക്കും വിഷയം. ജോയിന്റ് സെക്രട്ടറി ജലീൽ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് അൻസൽ അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗം ആസ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ഷാനു, ഇബ്രാഹിം, ബഷീർ, ഷിയാസ് എടവഴിക്കൽ, ESK, ഷാഹിന, അൻസാർ, മിഷ, അഷ്റഫ്, ഫ്രിയാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷാനു നന്ദി പറഞ്ഞു.